ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുബിയാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ പാലായ്ക്കടുത്ത് ഉള്ളനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഇന്ന് നമ്മൾ ജനറലി നമ്മുടെ പ്രോജക്റ്റുകൾ ടെക്നിക്കൽ സൈഡും പറഞ്ഞു പോകുന്ന വീഡിയോസ് ആയിരുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ട്രഡീഷണൽ പ്രോജക്റ്റ്, അതിൻ്റെ ഹോം ടൂറും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള സർവീസസ്. നമ്മുടെ എല്ലാ വീഡിയോസും നമ്മുടെ ഓൺ പ്രോജക്ട്സ് ആണ് കണ്ടുവന്നിട്ടുള്ളത്. ഈ പ്രോജക്റ്റ് എക്സിക്യൂഷനോ ഒന്നും നമ്മളല്ല ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇതിന്റെ UPVC മെയിൻലി ഹൈലൈറ്റ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഈ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് ഫോക്കസ് ബിൽഡേഴ്സ്, ജെബിൻ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കോൺട്രാക്ടേഴ്സ് ആണ്. അത് ഞങ്ങൾക്ക് വളരെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഒരു സർവീസ് പ്രൊവൈഡറാണ് ആദ്യം ഞങ്ങൾ ചൂസ് ചെയ്തത്. മറ്റൊന്നുമല്ല, UPVC. ഇതിനകത്ത് സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, ഒരു ട്രഡീഷണൽ പ്രോജക്റ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, തടി, അതുമായി ബന്ധപ്പെട്ട് അതിന്റെ മറ്റ് വർക്കുകൾ, കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം ഈ തടിയുടെ അതിപ്രസരം ഈ വീടിന്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട് പല ഏരിയയിലും വന്നിട്ടുണ്ട്. പക്ഷെ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന വിധത്തിൽ, അതുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന വിധത്തിൽ എന്ന് വേണേൽ പറയാം, UPVC കൊണ്ട് ഈ ട്രഡീഷണൽ പ്രോജക്റ്റിനെ ജൂവലറീസ് എങ്ങനെയാണ് ആലങ്കാരികമായി ചെയ്തു പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളെയും ഇതിൽ സർപ്രൈസ് ചെയ്തത്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞാൽ ഈ പ്രോജക്റ്റിൽ UPVC ചെയ്തിരിക്കുന്നത് വിൻകോ UPVC ഡോസ് ആൻഡ് വിൻഡോസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. കോട്ടയം ഡിസ്ട്രിക്റ്റിലെ പാല ആസ്ഥാനമാക്കിയാണ്. അപ്പോൾ അതിന്റെ സാരഥി നമ്മുടെ വിനയ് കുമാർ, വിനയ് ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. വിനയ് ചേട്ടാ, നമസ്കാരം. നമസ്കാരം. വിനയ് ചേട്ടാ, ഞങ്ങൾ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ തന്നെ പറഞ്ഞു പോയത് UPVC ഒരു പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഈ പ്രോജക്റ്റ് ഒരു ട്രഡീഷണൽ പ്രോജക്റ്റ് ആണ്. ട്രഡീഷണൽ പ്രോജക്റ്റിന് ഇതിനകത്ത് വുഡിന്റെ അതിപ്രസരം ഒരുപാട് ഉള്ളൊരു പ്രോജക്റ്റ്. തീർച്ചയായിട്ടും. അപ്പൊ അതുമായിട്ട് കിടപിടിച്ച് നിൽക്കുമ്പോൾ വുഡിന്റെ ആ ഫിനിഷിംഗ് കിട്ടുന്ന വിധത്തില് ഒരു പ്രൊഫൈലാണ്. അത് വന്നപ്പോൾ തന്നെ ഇത് UPVC ആണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോയി. അപ്പം അത് നിങ്ങൾക്ക് ഈ പ്രോജക്റ്റിൽ അതൊരു ചലഞ്ചിങ് ആയിരുന്നോ? ഒരു പൊതുവെ എല്ലാവർക്കും UPVC എന്ന് പറയുമ്പോൾ ഒരു കണ്ടംപററി അല്ലെങ്കിൽ ട്രോപ്പിക്കല് ഈ ഒരു ഡിസൈനിലേക്കൊക്കെയാണ് UPVC സെലക്ട് ചെയ്യാറ്. ഇവിടെ ഈ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ UPVC നിങ്ങൾക്ക് അതൊരു ചലഞ്ചിങ് ആയിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ചലഞ്ചിങ് ആയിരുന്നു ശരിക്കും. കാരണം ഇപ്പോൾ സിബി പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ളവർക്കാണ് കൂടുതൽ UPVC ഉപയോഗിക്കാറ്. അപ്പം ഇത് ശരിക്കും ഇതിന്റെ ഇനീഷ്യൽ ഒരു ഡിസ്കഷൻ സ്റ്റേജിൽ തന്നെ ഇവർ ഇങ്ങനെ ഒരു വുഡിന്റെ ഒരു ഇതായിരുന്നു. വീട് ട്രഡീഷണൽ സ്റ്റൈൽ വീടാണ്. അപ്പം ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. കാരണം ക്ലയന്റ് കൺവിൻസ് ആയി, അവരത് ഉൾക്കൊണ്ടു. അപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു പൊതുവെ ആൾക്കാർക്ക് അങ്ങനെ ഒരു ഫീൽ ഇല്ല, കണ്ടംപററി സ്റ്റൈൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ട്രോപ്പിക്കല് നമ്മളും അങ്ങനെ കണ്ട് വന്നിട്ടുള്ളൂ. മാത്രമല്ല, ഈ വുഡിന്റെ ഫിനിഷിംഗ് പലയിടത്തും വന്നിട്ടുണ്ടെങ്കിലും ഈ ട്രഡീഷണൽ പ്രോജക്റ്റിൽ മറ്റ് വുഡ് പ്രോഡക്റ്റുകളോടൊപ്പം നിർത്തുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വെല്ലുവിളിയാണ്. മാത്രമല്ല, ഈ വീട് നമ്മൾ വീഡിയോ ചെയ്ത് പോകുമ്പോഴത്തേനും മനസ്സിലാവും ഒരു കരിമ്പനയുടെ ഒരു ഇൻഫ്ലുവൻസ് വളരെയധികം ഉള്ള ഒരു പ്രൊജക്ട്. അതും ആ കരിമ്പനയായിട്ട് മാച്ച് ചെയ്യുന്ന വിധത്തിൽ ഇത് കരിമ്പനയാണോ ഈ UPVC ആണോ എന്ന് നമുക്ക് ഒന്നും കൂടെ തൊട്ട് അറിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥയിൽ. അതാണ് ശരിക്കും ഇത് നമ്മളെ സർപ്രൈസ് ചെയ്തൊരു കാര്യം. തീർച്ചയായിട്ടും. ഈ ഒരു ടെക്സ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കാത്ത ഒരു കളറാണ്. അതായത് ഡാർക്ക് ഓക്ക് എന്ന് പറയും. ഡാർക്ക് ഓക്ക് കളർ പൊതുവെ നമ്മുടെ മാർക്കറ്റിൽ അധികം ഉപയോഗിക്കാറില്ല. ഈ ഡാർക്ക് ഓക്ക് കളറാണ് ശരിക്കും കരിമ്പനയായിട്ട് മാച്ച് ചെയ്യുന്ന കളർ വരുന്നത്. ഇതൊന്നും ആരും ചെയ്ത് ശീലിച്ചിട്ടില്ല. പക്ഷെ ശരിക്കും ആ കരിമ്പനയുടെ അതേ ടെക്സ്റ്ററും അതേ ഒരു കളറും അതേ ഒരു ഫീൽ ഇവിടെ കൊടുക്കാൻ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും അത് നേരത്തെ പറഞ്ഞ തടി ഇതാണെന്ന്. അപ്പോൾ നിങ്ങൾ ഈ ശരിക്കും ഈ പന ഇതുമായിട്ട് കളർ സെലക്ഷൻ ഒത്തിരി മാച്ച് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും ഒത്തിരി മാച്ച് ചെയ്ത് നോക്കി. ഞങ്ങള് കരിമ്പനയുടെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന പ്രൊഫൈൽ ആദ്യം ശരിക്കും നമ്മളൊരു ഗോൾഡൻ, ഇവിടെ സ്വിച്ചിന്റെ ഫിറ്റിംഗ്സ് പോലും അതിന് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ജൂവലറീസ് വരുമ്പോൾ. തീർച്ചയായിട്ടും. അപ്പൊ ക്ലയന്റിനെ ഒന്ന് കൺവിൻസ് ചെയ്ത് ഒന്ന് UPVC വേണമെന്നുള്ളത് അതിന്റെ കൂട്ടത്തിൽ അവരുടെ തീമുമായിട്ട് മാച്ച് ചെയ്യാന്നുള്ളതാണ്. ഈ ക്ലയന്റിനെ സംബന്ധിച്ച് UPVC കുറിച്ച് അദ്ദേഹം അവെയറാണ്. കാരണം അദ്ദേഹം ഒരു NRI ആയതുകൊണ്ട് തന്നെ UPVCയുടെ ക്വാളിറ്റീസിനെ കുറിച്ചും അതിന്റെ ഒരു ഇതിനെ കുറിച്ചും തണ്ടി വേണ്ടെന്ന് അദ്ദേഹം ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് നമുക്ക് എന്ത് പോയി ചെയ്യുന്നുള്ള ഇതായിരുന്നു. ആദ്യം അലുമിനിയം ഒരു ഡിസ്കഷനിൽ വന്നെങ്കിലും അതിനേക്കാളും കൂടുതൽ ആ ഒരു വുഡിന്റെ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ കൊണ്ടുവരാൻ പറ്റുന്നത് ശരിക്കും UPVCയിലാണ് എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. കാരണം ആ ഒരു വുഡ് ടെക്സ്ചർ വരുന്നത് ശരിക്കും ഈ സ്റ്റീല് അതുപോലെ WPCയിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടെക്സ്ചർ കറക്റ്റ് ആയിട്ട് കിട്ടില്ല. പിന്നെ അത് പെയിന്റ് ചെയ്തെടുത്ത ഒരിക്കലും ഫിനിഷ് വരത്തില്ല ശരിക്കും. മാത്രമല്ല പിന്നെ ഫാക്ടറി മേക്കിൽ തന്നെ ആകുമ്പോൾ ഇച്ചിരി കൂടെ അതിനൊരു ഫിനിഷിംഗ് ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കംപ്ലീറ്റ്ലി തടിയിലേക്ക് പോകും. അപ്പം വിനയ് ചേട്ടാ, ആദ്യം വൈ UPVC എന്നാണ് ആദ്യത്തെ ചോദ്യം. എന്തുകൊണ്ട് UPVC ചൂസ് ചെയ്യണം? കാരണം നമുക്ക് പല ഓപ്ഷൻസ്, സ്റ്റീല്, WPC, വുഡ്, ഇങ്ങനെയൊക്കെയുള്ള പല ഓപ്ഷൻസ് മാർക്കറ്റിലുള്ളപ്പം എന്താണ് ഇതിന്റെ ഒരു USP? എന്തുകൊണ്ട് UPVC ചൂസ് ചെയ്യണം? ശരിക്കും ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിനകത്ത് എന്തുകൊണ്ട് UPVC ആയിക്കൂടാ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കൺവെൻഷണൽ വിൻഡോ ആയിട്ടുള്ള തടിയുണ്ട്, അതേപോലെ സ്റ്റീല്, അലുമിനിയം വിൻഡോസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏത് ടൈപ്പ് വിൻഡോസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്താലും ഇതിനേക്കാളും ഒക്കെ ഇതിനൊന്നും കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ ക്വാളിറ്റീസ് UPVC ഉണ്ട്.
കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ ക്വാളിറ്റീസ്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഏത് ക്ലൈമറ്റിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന UPVC ആണ്. ഏത് ക്ലൈമറ്റ്, ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻ കോൺട്രാക്ഷൻ ഒന്നും വരുന്നില്ല, മഴ നനയുന്ന ഇതിന്റെ പ്രൊഡക്ഷൻ ടൈമിൽ തന്നെ ഇത്ര ഹീറ്റ് പ്രോസസിംഗിലൂടെ അതാണ് അതായത് ഏറ്റവും വലിയ മെയിൻ കാര്യം പറഞ്ഞ വളരെ പോയിന്റ് ആണ്. കാരണം ഇതിന്റെ ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് വെൽഡഡ് ആണ്, അതായത് ഒരു മെറ്റീരിയലായി മാറുകയാണ്. അതായത് ഇപ്പൊ തടിയിലെടുത്താലും സ്റ്റീലിലെടുത്താലും ഇതൊക്കെ സ്ക്രൂവിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആണിയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ UPVCയിൽ ഇത് ഒരു ഫ്യൂഷൻ വെൽഡിംഗ് മൂലം ഇത് ഒറ്റ മെറ്റീരിയലായി മാറുകയാണ്. ഒരു കാരണവശാലും പിന്നെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലൈമറ്റ് പറഞ്ഞത് ഏത് മെൽറ്റായി ജോയിൻ ചെയ്യാണ്, പ്രസ് ചെയ്ത് ജോയിൻ ചെയ്യാണ്. നമ്മുടെ സൈസിനനുസരിച്ച് കസ്റ്റമൈസ് ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വെൽഡിംഗ് ആണ്. അത് ആ സൈസിന്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകം പറയേണ്ടത് ഇതിനകത്ത് യാതൊരു സ്റ്റാൻഡേർഡ് സൈസ് നമ്മൾ പറയുന്നില്ല. നിങ്ങളുടെ ഓപ്പണിംഗ് ഏത് സൈസാണോ, ഇപ്പം സ്റ്റീലിലേക്കും ഇപ്പൊ പോയവർ പറയും ഈ സൈസിലേ ചെയ്യാൻ പറ്റൂ, അല്ല ഇന്ന സൈസിൽ, അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നേ ഇല്ല. നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ബഡ്ജറ്റഡ് ആയിട്ടുള്ള കോസ്റ്റിൽ തന്നെ നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ബഡ്ജറ്റഡ് കോസ്റ്റിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കാരണം തടി പോലുള്ള കാര്യങ്ങൾ ചിലപ്പം തടി എടുത്തിരുന്ന് വരുന്ന കേട്, ഈ പറഞ്ഞ വെള്ളയുടെ കാര്യങ്ങൾ, അപ്പോൾ അതൊരു ബഡ്ജറ്റ് വേരിയേഷൻ വരും. എക്സാക്ട് ബഡ്ജറ്റ് നമുക്ക് പോകാൻ പറ്റും അല്ലേ? ഈ വുഡിന്റെ കേസിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ആരും ശരിക്കും ബഡ്ജറ്റ് നോക്കാറില്ല. കാരണം തടി എടുക്കുന്നു, പണിയുന്നു, അതിന്റെ ആക്സറീസ് വാങ്ങുന്നു, ഗ്ലാസ് വാങ്ങുന്നു, ഇതെല്ലാം. UPVC നമ്മൾ വൺസ് അതിന്റെ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കറക്റ്റ് കൊടുക്കുന്നു. അതായത് ഇൻസ്റ്റലേഷൻ വരെയുള്ള കോസ്റ്റ് ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഒരു ചേഞ്ചും വരുന്നില്ല. ഗ്ലാസിന്റെ തിക്നെസ്സും അതനുസരിച്ചുള്ള ചേഞ്ചസ് തീർച്ചയായിട്ടും. ചെറിയ ചില സ്പെക്കിനകത്തുള്ള ചെറിയ വ്യത്യാസം, ഗ്ലാസ് ഏത് ടൈപ്പ് ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ സ്പെക്ക്, അങ്ങനെയുള്ള ചെറിയ ചെറിയ വേരിയേഷൻസ് മാറ്റി നിർത്തിയാൽ വേറെ ഒരു ചേഞ്ചസ്, അതൊക്കെ വളരെ വലിയൊരു എഫക്ട് ചെയ്യുന്ന ചേഞ്ച് അല്ല. തടിയെ സംബന്ധിച്ച് തടിയുടെ ഇപ്പം ഞാൻ പറയാം, ഇപ്പൊ ഒരു UPVCയിൽ ചെയ്യുന്ന ഒരു ഇത്, ഇപ്പൊ എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ടൗൺ ആയിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ ഒരു നഗരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ടൗണിലായിട്ടുള്ള സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും 100% നമുക്ക് ഡസ്റ്റ് ഫ്രീ എന്ന് പറയാൻ പറ്റും. അതൊരിക്കലും നമുക്ക് സ്റ്റീലിനോ അല്ലെങ്കിൽ തടിക്കോ കൊടുക്കാൻ കഴിയില്ല. അതേപോലെ സൗണ്ട് പ്രൂഫ്, ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ വീട്ടിലൊന്നും ഡബിൾ ഗ്ലാസ് വളരെ കുറവാണ്, യൂസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമുക്കൊരു TV ഒക്കെ മ്യൂട്ട് ചെയ്ത പോലെ ഒരു എഫക്റ്റ് ഇല്ല, അത്രത്തോളം സൗണ്ട് പ്രൂഫ്. അതായത് 40 to 50 ഡെസിബിൾ സൗണ്ട്. ഈ ഓട്ടോമൊബൈൽ ഫീൽഡിലൊക്കെ ചില 3 ലെയർ നോയിസ് ക്യാൻസലേഷൻ, 6 ലെയർ, അപ്പോൾ ഒരു നോയിസ് ക്യാൻസലേഷൻ ആയിരിക്കും നമുക്ക് അകത്തേക്ക് വരിക. അപ്പോൾ സെയിം ടൈം ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ AC പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതലും സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമായിരിക്കും. നല്ലൊരു പവർ സേവിംഗ് ആണ്. കാരണം AC ശരിക്കും പറഞ്ഞത് എയർ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും രണ്ട് കാരണമുണ്ട്. ഒന്ന് എയർ ടൈറ്റ് ആണ്, അതുകൊണ്ട് തന്നെ പവർ സേവ് ചെയ്യാൻ. മറ്റൊന്ന് പറഞ്ഞാൽ വേറെ ഇപ്പം മെറ്റലൊക്കെ ആണെങ്കിൽ, സ്റ്റീലാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഇതൊരിക്കലും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് AC ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ഇപ്പം നമുക്ക് AC ഓഡിറ്റോറിയംസ് നോക്കിയാൽ മനസ്സിലാവും UPVC ആണ് മുഴുവൻ ചെയ്യുന്നത്. എയർ ടൈറ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും നടക്കും, സിമ്പിൾ ആയിട്ട് നടക്കും. തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് ഓപ്പൺ വിൻഡോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ശരിക്കും കാറിന്റെ ഒക്കെ ഒരു ഡോർ അടയുന്ന എഫക്റ്റ് ആണ്, 2 ബീഡിങ്ങിലാണ് ക്ലോസ് ആവുന്നത്. ശരിക്കും പക്ക ടൈറ്റ് ആണ്, ഉള്ളിൽ ഒരു സാധനവും കിടക്കില്ല, പൊടിയും കിടക്കില്ല, ടൈറ്റുമാണ്. ഒരു എക്സ്ട്രീം ലെവൽ ഫാക്ടറി മേക്കിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ശരിക്കും ഈ അലുമിനിയത്തെക്കാളും ഒക്കെ കൂടുതൽ നമുക്ക് തീർച്ചയായിട്ടും പറ്റും. അൾജീരിയൻ അലുമിനിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് UPVCക്ക്? അൾജീരിയൻ അലുമിനിയമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അൾജീരിയ ഇതിലത് മെറ്റലും ഇത് UPVC എന്നുള്ളൊരു വ്യത്യാസമുണ്ട്, ഒരു ഒരെണ്ണം മെറ്റലാണെന്നുള്ളൊരു വ്യത്യാസമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റുള്ള അലുമിനിയം വിൻഡോസിനേക്കാളും കുറച്ചും കൂടി അൾജീരിയ UPVC ഒരു അനുകരണമാണ് ശരിക്കും. പക്ഷേ അത് മെറ്റൽ ആയതുകൊണ്ട് തന്നെയുള്ള കുറെ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞ ചൂട് ഹീറ്റ് ആവുന്ന പ്രത്യേകത്തൊരു ചൂടിൽ വെയിലടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ സ്മൂത്ത്നെസ്, ആ മെറ്റലും ഇതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എപ്പോഴും ഒരു സ്മൂത്ത്നെസ്, ഫൈൻ എക്സ്പീരിയൻസ്, പിന്നെ ചെറിയ ചെറിയ സൗണ്ടിനുള്ള സാധ്യതകളും മെറ്റൽ കോൺടാക്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ഇത് UPVCയുടെ ഒരു സ്മൂത്ത്നെസ് ഒരിക്കലും അൾജീരിയ സെഷൻ ആണെങ്കിലും വരുന്നില്ല. പ്രത്യേകിച്ച് സ്വിംഗ് ടൈപ്പ് ഓപ്പണിംഗിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് കൂടുതലും അലുമിനിയത്തിൽ പ്രശ്നം ഉണ്ടാവും, അടിക്കുന്ന ഒരു സൗണ്ട് ഉറപ്പായിട്ടുണ്ടാവും. ശരിക്കും UPVCയുടെ ഒരു അനുകരണം അലുമിനിയത്തിൽ ചെയ്തു എന്ന് ഞാൻ പറയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കുറെ ചെറിയ ചില വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും, പക്ഷേ UPVCയുടെ ഫൈനസ്റ്റ് ആയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഇങ്ങനെയുള്ള ഗോൾഡും ഇമിറ്റേറ്റിംഗ് ഗോൾഡും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാം. പിന്നെ ശരിക്കും UPVCയുടെ യഥാർത്ഥ ഗുണങ്ങൾ നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്ത ഒരു കുറവാണ്. കാരണം നമ്മൾ വിൻഡോസ് എപ്പോഴും തുറക്കാറോ അടയ്ക്കാറോ ഒന്നുമില്ല. അപ്പൊ 3 വിൻഡോ ഉണ്ടെങ്കിൽ അത് ഒരെണ്ണേ തുറക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ അവര് ആ ഒരു ശീലിച്ചു പോയി. കാരണം എല്ലാം കൊച്ചു കുട്ടികൾക്ക് പോലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് ശരിക്കും നമ്മൾ ഫീൽ ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം നമ്മുടെ വിൻഡോ തുറക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു നല്ലൊരു വിൻഡോയുടെ ഒരു എക്സ്പീരിയൻസ് ശരിക്കും നമ്മൾ ഫീൽ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഇതിനകത്ത് ജോയിന്റ്സ് വെൽഡിംഗ് ആണെന്ന് പറഞ്ഞു, പക്ഷെ ആക്സസറീസ് ഒക്കെ സ്ക്രൂ ഒക്കെ ആയിരിക്കുമല്ലോ. എങ്ങനെയുണ്ട് ഇതിന്റെ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി? അത് ശരിക്കും പറഞ്ഞാൽ UPVCക്ക് എക്സ്ട്രാ നമ്മൾ GA നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ട്. ആ റീഇൻഫോഴ്സ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ സ്ക്രൂവിന് നല്ല ഹോൾഡിംഗ് കപ്പാസിറ്റി കിട്ടും. കാരണം നമുക്കറിയാം വേറെ ഇപ്പൊ PVC ഇതിലൊക്കെ തടി കൊണ്ടാണ് ശരിക്കും സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കിട്ടുന്നത്. ഇത് ശരിക്കും GAയിലൂടെ പോകുന്നതുകൊണ്ട് നല്ല സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കിട്ടും. UPVC തന്നെ അത്യാവശ്യം നല്ല ഹാർഡാണ്. അതിന്റെ കൂടെ നമ്മുടെ ഒരു അഡീഷണൽ ഇതുകൊണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ ഏതൊക്കെ ശരിക്കും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ലീഡിംഗ് ബ്രാൻഡുകൾ ഏതാണ്? നമ്മൾ ഏതാ ഫോളോ ചെയ്യുന്ന ബ്രാൻഡ് ഏതാണ്? നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് ലെസോ ET എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഏഷ്യയിലെ തന്നെ ടോപ്പ് 10 ബ്രാൻഡ് വരുന്ന ഒരു പ്രൊഫൈലാണ്. അപ്പോൾ അത് ഇതുവരെ നമുക്ക് നമ്മളൊരു 4-5 വർഷമായിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുവരെ ഒരു കംപ്ലൈന്റ്
കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. ബ്രാൻഡഡ് പ്രൊഫൈലും ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. വാറണ്ടി 20 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ ആക്സസറീസ് ഒക്കെ ആക്സറീസ് പല ടൈപ്പിലുള്ള ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും ഹൈ എൻഡ് പറയുകയാണെങ്കിൽ ഇപ്പോൾ അസോബ്ലോയുടെ ആക്സറീസ് ഉണ്ട്, അതേപോലെ തന്നെ കിങ് ലോങ്ങിന്റെ നല്ല ആക്സറീസ് ആണ്. അപ്പോൾ ഈ ആക്സറീസ് ഒക്കെ എനിക്ക് ഓൾമോസ്റ്റ് ഒരുവിധപ്പെട്ട നല്ല ആക്സറീസ് ഒക്കെ തന്നെ, ഒരു നല്ല കമ്പനികളുടെ ആക്സറീസ് ഒക്കെ തന്നെ നമ്മൾ 5 year ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു ശരിക്കും നമ്മൾ UPVCയോട് ആദ്യം തന്നെ നമ്മൾ പറയാറുള്ളത് നിങ്ങൾക്ക് ലൈഫ് ലോങ് സർവീസ് ആവശ്യമില്ല എന്നാണ്. അപ്പോൾ അത് എന്റെ ഒരു ഇത്രയുള്ള കാലത്തെ അനുഭവത്തിൽ, ഏകദേശം UPVC ആയിട്ടുള്ള ഒരു 10 വർഷത്തെ അനുഭവത്തിൽ സർവീസ് വേണ്ടി വന്നിട്ടുള്ള വളരെ റയർ ആയിട്ടുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ലൈഫ് ടൈം ഇതിന്റെ ലൈഫ് ടൈം എന്നുള്ളതാണ് ഡ്യൂറബിലിറ്റി ലൈഫ്. കാരണം ഒന്നാമത് ഇതിന്റെ ആക്സറീസ് അങ്ങനെ ഒരു കംപ്ലൈന്റുകൾ വരാനുള്ള സാധ്യതയുള്ള ടൈപ്പ് ആക്സറീസ് അല്ല. അതാണ് ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മൾ ഓപ്പൺ വിൻഡോയിലൊക്കെ ഉപയോഗിക്കുന്ന ഹിഞ്ചസ് ആണെങ്കിലും ലോക്ക് സിസ്റ്റം ആണെങ്കിലും പെട്ടെന്ന് ഒരു കംപ്ലൈന്റ് വരുന്ന രൂപത്തിലുള്ള സിസ്റ്റമേ അല്ല ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതൊരു ജർമ്മൻ ടെക്നോളജിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ വേൾഡ് വൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ജോയിനറീസ് ഏതെന്ന് ചോദിച്ചാൽ UPVC. ഇവിടെ നമ്മുടെ ഇവിടെ കാലങ്ങളായിട്ട് തടി എന്ന് പറയുന്ന ഒരു സംഭവം അവൈലബിൾ ആയിരുന്ന കാലത്ത്, സുലഭമായിരുന്ന കാലത്ത് തടിയിലൂടെ പൊക്കോണ്ടിരുന്നു. അതെ. ശരിക്കും 70% ഓഫ് വിൻഡോസ് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ 70% വിൻഡോസും UPVC ആണ്. WPF-ന്റെ ബ്രിട്ടീഷ് പ്ലാസ്റ്റിക് ഫെഡറേഷൻ കണക്കുപ്രകാരം 70% വിൻഡോസും UPVC വിൻഡോസ് ആണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഒരു പ്രോജക്റ്റ് ഏതാ കണ്ടംപററി ആണോ അതോ ഈ കൊളോണിയലാണോ ട്രഡീഷണൽ ആണോ എന്നുള്ളത് ആദ്യം അതിന്റെ മുഖമുദ്രയായ മെയിൻ ഡോറിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അറിയാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കളർ ഗ്രേഡിങ്ങോ ഒരു കളറിങ്ങോ ഒന്നും മാനുവലി ചെയ്തിരിക്കുന്നതല്ല. ഇത് ശരിക്കും കരിമ്പനയാണ്. കരിമ്പന പ്രോസസ്സിങ് പോലും ചെയ്തിട്ടില്ല. സാധാരണ നമ്മൾ തടി ടീക്കൂടൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ പ്ലെയിൻ ചെയ്ത് വർക്ക് ചെയ്ത് സാധാരണ പോളിഷിന്റെ പ്രോസസ്സ് തന്നെ ചെയ്തു പോയിരിക്കുന്നതാണ്. എന്നാൽ ഇത് UPVC ആണോ അതോ ഇനി UPVC ഇത് കരിമ്പനയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം. കാരണം ഇത് നമുക്ക് ഇതിനകത്ത് ആർട്ടിഫിഷ്യലി ഒന്നും ചെയ്യാത്ത പ്രോഡക്റ്റാണ്. അതുമായിട്ട് വളരെ കൃത്യമായി മാച്ച് ചെയ്യുന്ന ഒരു കളർ പ്രൊഫൈലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ചേട്ടാ, ഈ UPVC എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വൈറ്റ് കളർ ഒരു പ്രൊഫൈലാണ്. എന്താണ് ഇതിന്റെ കളർ ഓപ്ഷൻസും അതിന്റെ അവൈലബിലിറ്റി ഒക്കെ എങ്ങനെ, അതിന്റെ ലിമിറ്റേഷൻ എന്താണ് അതിനെപ്പറ്റി? അതായത് ശരിക്കും UPVCയുടെ ഒറിജിനൽ കളർ വൈറ്റ് ആണ്. ഇപ്പം ശരിക്കും അവൈലബിൾ ആയിട്ടുള്ള വുഡിന്റെ ഏകദേശം 3-4 ഷെയ്ഡുകൾ വരുന്നുണ്ട്. അതായത് മെയിനായിട്ട് നമ്മുടെ ടീക്കൂഡാണ്. ടീക്കൂഡിന്റെ ലൈറ്റും വരുന്നുണ്ട്, ഡാർക്കും വരുന്നുണ്ട്. അതായത് ഗോൾഡൻ ഓക്ക് എന്ന് പറയുന്ന ഒരു കളറും ഡാർക്ക് ഓക്ക് എന്ന് പറഞ്ഞൊരു കളറും. അതേപോലെ ഇതിവിടെ ചെയ്തിരിക്കുന്നത് ഓക്കാണ്, ഓക്കിന്റെ ഡാർക്കാണ്. ഡാർക്ക് ഓക്കും ലൈറ്റ് ഓക്കും ആണ്. ഇത് ഡാർക്ക് ഓക്കാണ്. ഇത് ശരിക്കും നമ്മുടെ ഈ കളർ അവൈലബിലിറ്റിയോട് മാച്ച് ചെയ്യുന്ന വിധത്തിൽ എന്തെങ്കിലും ഇതേ ചെയ്തിട്ടുണ്ടോ? കാരണം ഇത് തമ്മിൽ മാച്ച് ചെയ്യാൻ സിമെട്രിക് ആയിട്ട് അതേ ടെക്സ്ചർ നമ്മൾ നോർമലി അത് പോളിഷ് ചെയ്തിട്ട് അപ്പൊ ഇത് തന്നെ നിങ്ങൾ ഈ കരിമ്പന ഈ തടി വെച്ച് നിങ്ങൾ ഈ കളറോ മാച്ച് ചെയ്തിട്ടാണോ? അതായത് ഇതായിട്ട് സൂട്ട് ആവുന്നതെന്ന് ഇങ്ങനെ ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ, ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഡാർക്ക് ഓക്ക് ഇതുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഡാർക്ക് ഓക്ക് അത്ര അവൈലബിൾ ആയിട്ടുള്ള സാധനമല്ല, കാരണം വളരെ കോമൺ അല്ല. എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രൊഫൈൽ ഒരു വീട് തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്, നമ്മൾ ചെയ്യുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഏറ്റവും മാച്ച് ആയിരിക്കും എനിക്ക് അപ്പോഴേ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഫൈൽ ചൂസ് ചെയ്തത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു ടിപ്പിക്കലി ഒരു വർക്ക് എൻക്വയറി വരിക, കോട്ട് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, പോവുക എന്നുള്ളതിനേക്കാൾ ഉപരി അതിന്റെ ആസറ്റിക് ഏരിയ നിങ്ങളും കൂടി ഇവരുടെ കൂടെ നിന്ന് എഫോർട്ട് എടുക്കണമെന്നുണ്ട്. ഇങ്ങനെയുള്ള വർക്കുകളിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ദിവസം ഒരു ജസ്റ്റ് ഒരു കോട്ട് എടുത്ത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ കസ്റ്റമറുമായിട്ട് അത് ശരിക്കും ഒരു ബിഗിനിങ് സ്റ്റേജിൽ തന്നെ അവർ നമ്മളുമായി ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഒത്തിരി ഡിസ്കഷന് ശേഷമാണ് നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത, ഡിസൈൻസ് ആണെങ്കിലും കളറും എല്ലാം പ്ലാൻ ചെയ്യുന്ന കുറെ ഡിസ്കഷന് ശേഷമാണ്. അങ്ങനെയുള്ള ഒരു കസ്റ്റമറുമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സിന്റെ കാര്യങ്ങൾ വൈറ്റ്, പിന്നെ ഡാർക്ക് കളർ വൈറ്റ് എന്ന് പറഞ്ഞല്ലോ. ക്രോസ് സെക്ഷൻ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളേർഡ് ആയിട്ടുള്ള പ്രൊഫൈലില് ഇത് കംപ്ലീറ്റ്ലി അതിന്റെ ബോഡി കളർ തന്നെ അതാണോ? ടൈലൊക്കെ ഫുൾ ബോഡി എന്ന് പറയുന്ന പോലെ, അതോ ഇതിന്റെ മേളിൽ കോട്ടിങ് വരുന്നുള്ളൂ? ശരിക്കും പറഞ്ഞാല് വൈറ്റിൽ കളർ ചെയ്തിട്ട് ഇതിന്റെ പ്രൊഫൈലിന് ഈ കളർ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ടെക്സ്ചർ, ഈ ഒരു വുഡ് ടെക്സ്ചർ ഉണ്ടല്ലോ, അത് പുറത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ കാണില്ല. പക്ഷെ നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു ലൈനിങ്ങോ സ്ക്രാച്ചോ ഒക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ശരി, ആ വൈറ്റ് കളർ വൈറ്റ് വരില്ല. നോർമലി ഇതിന് വലിയ സ്ക്രാച്ച് ഒന്നും വരാറില്ല. അതുപോലെ ഷാർപ്പായിട്ടുള്ള പ്രശ്നം വന്നാൽ മാത്രമേ സംഭവിക്കാറുള്ളൂ. എന്നാലും ഉള്ളിൽ കളർ ഇതേ സെയിം കളർ തന്നെ കിട്ടും. നമുക്ക് അത്ര അറിയാനൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു കാര്യം, ഈ കളർ ഫെയ്ഡ് ആയി പോകുന്ന ഒരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നും കളർ ഫെയ്ഡ് ആവുന്ന യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെയിലടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളൊരു 20 year ഗ്യാരണ്ടി ഇതിന് കൊടുക്കുന്നുണ്ട്. കളറിന് കൊടുക്കുന്നുണ്ടോ? നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ ഇതിനൊരു കാറ്റലോഗ് പോലെ ഒരു കളർ ചൂസ് ചെയ്യാൻ പറ്റും. തീർച്ചയായും ചൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രൊഫൈൽ ഇപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഡിസ്കഷൻ വരുമ്പോൾ തന്നെ നമ്മൾ പ്രൊഫൈൽ സാമ്പിൾ തന്നെ അവർക്ക് കൊടുക്കും. കസ്റ്റമറുമായിട്ട് ഡിസ്കസ് ചെയ്തതിനു ശേഷമാണ് ഫൈനലൈസ് ചെയ്യുക. അപ്പം ഈ കളറിന്റെ കാര്യം വരുമ്പോൾ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, കോസ്റ്റ് സൈഡ് കളറിന്റെ അനുസരിച്ച് വ്യത്യാസം വരുമോ? വൈറ്റിനാണ് ശരിക്കും കോസ്റ്റ് ഏറ്റവും കുറവുള്ളത്. പക്ഷേ കമ്പാരിറ്റീവ്ലി വുഡിലേക്ക് വരുമ്പോൾ കുറച്ച് കോസ്റ്റ് വ്യത്യാസം തീർച്ചയായിട്ടും വരും. കാരണം ഈ വുഡ് ടെക്സ്ചറും അതായത് ഇതിന്റെ കളറും വരുന്നത് വെച്ചാൽ അഡീഷണൽ ആയിട്ട് ഒരു വുഡ് ഫിലിമാണ്. ശരിക്കും അതിന്റെ ഒരു അഡീഷണൽ കോസ്റ്റ് വരും. പിന്നെ ചേട്ടാ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിത് ഏത് സ്റ്റേജിൽ പ്ലാൻ ചെയ്യണം? അല്ലെങ്കിൽ പല വിധത്തിലായിരിക്കും. ചിലപ്പോൾ ആർക്കിടെക്ട്സ്, എഞ്ചിനീയേഴ്സോ, കോൺട്രാക്ടേഴ്സോ
യൂഷ്വലി ഇതുമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കാണാം, അല്ലാതെ ഇപ്പോൾ ചിലപ്പോൾ ഇൻഡിവിജ്വൽ ക്ലയൻസ് ആയിരിക്കാം. അപ്പം ഏത് സ്റ്റേജിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം? ഐ മീൻ കൺസ്ട്രക്ഷൻ്റെ ഏത് സ്റ്റേജിൽ? ഫൈനലി എല്ലാ പ്ലാസ്റ്ററിങ്ങിനും ശേഷം നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ മതിയോ? ഏത് സ്റ്റേജിലാണ്? പ്ലാസ്റ്ററിങ്ങിന് ശേഷമാണോ നിങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുക? അതിനെപ്പറ്റി ഒന്ന്. ഓക്കെ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ശരിക്കും നമ്മുടെ വീടിന്റെ ഒരു പ്ലാനിങ് സ്റ്റേജിൽ, ഒരു ബിഗിനിങ് സ്റ്റേജിൽ, അതായത് ഒരു ഫൗണ്ടേഷൻ ഒക്കെ കിട്ടുന്ന ആ ഒരു സമയം, ഒരു ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നമ്മളെ സമീപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് കറക്റ്റായിട്ടൊരു ഒരു പ്ലാനിങ്, ഒരു ഓപ്പണിംഗ് ഡ്രോയിങ് ഉണ്ടെങ്കിൽ അതിനകത്ത് സൈസിന് എന്തെങ്കിലും വ്യത്യാസം വരും. UPVC സംബന്ധിച്ച് നമുക്ക് തടി പോലെയോ സ്റ്റീൽ പോലെയല്ല. കാരണം UPVC സാധാരണ ഇപ്പോൾ നമ്മൾ നോർമലി എല്ലാവരും ചെയ്യുക തടി അല്ലെങ്കിൽ സ്റ്റീൽ വിൻഡോയെ കൺവേർട്ട് ചെയ്തിട്ട് UPVC ചെയ്യാം. ഒരിക്കലും അല്ല. UPVC ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും ചെയ്യാം, ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. കോമ്പിനേഷനായിട്ട് ഇഷ്ടംപോലെ ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു സ്ഥലത്തിനനുസരിച്ച് അതിന്റെ യൂട്ടിലിറ്റിക്ക് അനുസരിച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, ചിലപ്പോൾ ചില വിൻഡോയുടെ സൈസ് ചിലപ്പോൾ ഒരു അടി അങ്ങോട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അൺസൈസ് ഗ്ലാസ് ഒഴിവായി കിട്ടും. അപ്പോൾ നമുക്ക് കോസ്റ്റ് അവിടെ സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ യൂട്ടിലിറ്റി ഇപ്പോൾ ചില സ്ഥലത്ത് നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ചില ഓപ്പണിംഗ് ഒക്കെ ഉണ്ടാവും. നമുക്കത് ഒഴിവാക്കി നമുക്ക് ഇപ്പോൾ തന്നെ ഇനീഷ്യലി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല ആ ഒരു ഏരിയയ്ക്ക് അനുസരിച്ച് ഒരു ഡിസൈൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ ഇനീഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗ്രിൽ വർക്കിന്റെ കാര്യമാണ്. ഗ്രിൽ വർക്ക് ശരിക്കും നമ്മൾ ഇനീഷ്യലി ആദ്യമേ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു എത്ര ഗ്യാപ്പ് ഇടണം, ഏത് രീതിയിൽ ചെയ്യണം, ഇതായിരിക്കും നല്ലത്. UPVC നമ്മളൊരു ഐഡിയ കറക്റ്റായിട്ട് കൊടുക്കാറുണ്ട്, ചിലടത്ത് ഡ്രോയിങ് വരെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് അനുസരിച്ച് ചെയ്യുമ്പോൾ പിന്നെ അതിന്റെ ഒരു ഇൻസ്റ്റലേഷനുമായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, കസ്റ്റമറിനും ബുദ്ധിമുട്ടാവില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഉദാഹരണം പറഞ്ഞത്, ഒരു വർക്ക് എല്ലാം ഡിസ്കസ് ചെയ്ത് പോയി അവസാന സ്റ്റേജ് വന്നിട്ട് വിൻഡോസ് മെഷർമെന്റ് എടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം വിൻഡോ പിടിപ്പിക്കുന്ന സ്ഥലത്ത് ഗ്രില്ല് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അത് മൊത്തം റിമൂവ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രില്ല് ഇൻസൈഡിലേക്ക് മാക്സിമം നീക്കേണ്ടത് നേരെ ഔട്ട്സൈഡിലേക്ക് ആയി. ഇനി ആ ഗ്രില്ല് മുഴുവൻ റിമൂവ് ചെയ്താലേ വിൻഡോ ചെയ്യാൻ പറ്റും. കാരണം ആ പ്രൊഫൈൽ പ്ലേസ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇല്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി അബദ്ധങ്ങൾ പറ്റാൻ പലപ്പോഴും ഇനിയിപ്പം പ്ലേസ് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ വളരെ ടൈറ്റ് ആയിരിക്കും. നമുക്കൊരു സ്മൂത്ത് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനോ ഹാൻഡിൽ യൂസ് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഗ്രിൽസ് കൊടുക്കുമ്പോൾ എവിടെയാണ് അതിന്റെ അക്സസറീസ് ഓപ്പണിങ്, നമ്മുടെ കൈ കൊണ്ട് അത് ആക്സസ് ചെയ്യേണ്ട ഹാൻഡ്ലിംഗ് വരുന്ന ഏരിയ അവോയ്ഡ് ചെയ്തിട്ടുള്ള വെർട്ടിക്കൽ ഈ പട്ടയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു സജഷൻ കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ ഹാൻഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നിടത്ത് കറക്റ്റ് ഒരു പട്ട വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അത് എന്ന് ഒരു വിരളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തുറക്കേണ്ട അവസ്ഥ വരാം. ഗ്രില്ലിന്റെ ഡിസൈനകത്ത് പോലെ നിങ്ങൾക്ക് സജഷൻ കൊടുക്കാം. തീർച്ചയായിട്ടും കറക്റ്റ് ഏത് വിട്ടിൽ എവിടെയാണ് പ്രൊഫൈൽ ഹാൻഡിൽ വരുന്നത് നോക്കി കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സാധാരണ ആൾക്കാർ നമ്മൾ ഇനീഷ്യൽ ഡിസ്കഷൻ നടന്നവർ ഈ ഗ്രില്ല് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ നമ്മൾ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നം ഒഴിവാക്കി കിട്ടും. മാത്രമല്ല നന്നായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യില്ല. അപ്പൊ ഇതിന്റെ സിമ്പിളായിട്ട് എന്റെ ഒരു കൺക്ലൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ജോയിനറി ഷെഡ്യൂൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ആര് ചെയ്താലും ജോയിനറീസിന്റെ ഓപ്പണിങ്ങിന്റെ സൈസസും എത്ര കൗണ്ട് കാര്യങ്ങൾ, അതാണ് ജോയിനറി ഷെഡ്യൂൾ. ആ ജോയിനറി ഷെഡ്യൂൾ നിങ്ങൾക്ക് തരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 1 feet കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ അൺസൈസ് ഗ്ലാസസിന്റെ ഇഷ്യൂസ് ഒഴിവാക്കുകയും ഈ പറയുന്ന ഗ്ലാസിന്റെ മറ്റ് ഈ പ്രൊഫൈൽസിന്റെ ഒക്കെ വേസ്റ്റേജ് ഒഴിവാക്കാനും, അതുപോലെ ഈ പ്രൊഫൈൽ ഈ ഗ്രില്ല് എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് പോകുന്നത്, ആ ഡിസൈൻ പ്രകാരം ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയാൽ ചിലപ്പം ഈ ആക്സസറീസ് ഹാൻഡിൽ ചെയ്യുന്ന ഇഷ്യൂസ് ഒഴിവായി കിട്ടാനും പറ്റും അല്ലേ? തീർച്ചയായും. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ വന്നു കഴിയുമ്പം നമ്മൾ സ്റ്റീൽ അല്ലെങ്കിൽ വുഡൻ ജോയിനറീസ് വരുമ്പോൾ അതിന്റെ ഫ്രെയിമുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് തന്നെ ഗ്രില്ല് വരുന്നു. അപ്പം ഇവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രില്ലും ഈ പ്രൊഫൈലും തമ്മിൽ കണക്ഷൻ ഇല്ല, ഒരു കണക്ഷനും ഇല്ല. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ സേഫ്റ്റി ശരിക്കും നമുക്കിവിടെ ഇത് ബ്രേക്കബിൾ ഗ്ലാസ് ആണോ ടഫൻ ഗ്ലാസ് ആണോ ഈ ഗ്രില്ല് ഒഴിവാക്കി ചെയ്യാൻ പറ്റുമോ? ഇത് ശരിക്കും നമുക്ക് ഈ വിൻഡോയിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ടഫൻ ഗ്ലാസ് ആണ്. അതൊരു അൺബ്രേക്കബിൾ എന്ന് പറയാൻ കഴിയില്ല. കാരണം സേഫ്റ്റിക്ക് വേണ്ടി അഡീഷണൽ നമ്മൾ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതല്ലാത്തൊരു കേസ് ടഫൻ ഗ്ലാസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 5 mm ലീസ്റ്റ് തിക്നെസ് ആണ്. കാരണം അത് നമ്മൾ ഒത്തിരി ഒരു തിക്നെസ്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വളരെ കോസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കോസ്റ്റ് ഒഴിവാക്കണമെങ്കിൽ ടഫൻ അല്ലാത്ത ഗ്ലാസും കൊടുക്കാൻ പറ്റും. ഈ ഗ്രില്ല് കൊടുത്തിരിക്കുന്നത് ഓരോരുത്തരുടെ ബഡ്ജറ്റും കപ്പാസിറ്റിയും ഗ്രില്ല് കൊടുക്കുന്നത്. അതെ, ഗ്രില്ലുള്ളതുകൊണ്ട് ഒരു അപകട സാധ്യത വളരെ കുറവാണ്. കാരണം പുറത്തേക്കാണ്, ഇനി പൊട്ടിയാലും അകത്തേക്ക് വരാനുള്ള സാധ്യത വളരെയില്ല. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നോർമൽ ഗ്ലാസ് കൊടുത്താലും മതി. പക്ഷേ കസ്റ്റമർ അത് ടഫൻ ഗ്ലാസ് തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോയെന്ന് മാത്രം. പിന്നെ നോർമലി ഇതിന് ബ്രിക്ക് വാളിന്റെ വിഡ്ത്തിനെ പറ്റി എന്തെങ്കിലും കൺസേൺ ഉണ്ടോ നിങ്ങളുടെ സൈഡിൽ നിന്ന്? 20 cm ഈവൻ 50 cm വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? 50 cm, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിന്റെ വീതി വരുന്നത് 6 cm ആണ്. 6 cm അപ്പൊ അത് ശരിക്കും നോർമലി നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഔട്ട്സൈഡിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.5 സെന്റിമീറ്ററോളം കയറ്റിയാണ് നമ്മൾ. ഒരു ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 2.5 cm വന്നു. പ്ലസ് 6 cm ഓൾമോസ്റ്റ് 8.5 cm ആ പ്രൊഫൈൽ പ്ലേസ് ചെയ്യാനായിട്ട് തന്നെ നമുക്ക് സ്പേസ് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം സ്ലൈഡിംഗ് വിൻഡോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഷട്ടർ കുറച്ചും കൂടെ പുറത്തേക്ക് നിൽക്കുന്നുണ്ടാവും. അപ്പൊ ആ ഷട്ടറിന്റെ ഒരു 1.5 സെന്റിമീറ്ററും കൂടെ ഗ്യാപ്പ് വേണം. ഇല്ലെങ്കിൽ നമ്മൾ ഗ്രില്ല് ക്ലോസ് ആണെങ്കിൽ ആ ഷട്ടർ തട്ടാനുള്ള സാധ്യത കൂടുതൽ. ചാനലിൽ നിന്ന് പുറത്തേക്ക് ഷട്ടർ നിൽക്കുന്നത്
ഇതാ അതുകൊണ്ട് ഇപ്പോൾ ഓപ്പൺ തുറക്കുന്ന പാളി ടൈപ്പ് വിൻഡോ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഹാൻഡിൽ പുറത്തേക്ക് വരും, ഇതിനേക്കാളും കൂടുതൽ. അപ്പൊ അതായത് ഇപ്പോൾ ഓപ്പൺ വിൻഡോ ആണെങ്കിൽ ഒരു 13-14 സെന്റിമീറ്റർ എങ്കിലും നമ്മൾ ഉള്ളിലേക്ക് ചെയ്യാൻ പാടുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ഒരു 20 സെന്റിമീറ്റർ വിട്ട് വരുന്ന അല്ലെ 8 ഇഞ്ച് പെറുക്ക് വെച്ച് ചെയ്യുന്നതായിരിക്കും ഇതിന് ഏറ്റവും ബെസ്റ്റ്. കാരണം ഈ ഗ്രില്ലും ഇതും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഹാൻഡിൽ ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും. അതുപോലെ മുമ്പ് കളറിന്റെ കാര്യം പറഞ്ഞ പോലെ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. ശരിക്കും പറഞ്ഞാൽ ഇത് പുറത്ത് UPVC വന്നിട്ടുണ്ട്, ഗ്രില്ലിന് ശേഷം ഇപ്പുറത്ത് ഇവരൊരു പാനലിങ് ചെയ്തിട്ടുണ്ട്. ആ പാനലിങ് ചെയ്തിരിക്കുന്ന എക്സാക്ട് കളർ മാച്ചിങ് ആണ്. ഈ പാനൽ ചെയ്തിരിക്കുന്നത് കരിമ്പനയ്ക്കുമാണ്, വിൻഡോ UPVC പ്രൊഫൈലുമാണ്. പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ ട്രാക്കുകളെ പറ്റി, അതായത് നമുക്ക് 3 വിൻഡോസ് ഓപ്പണിംഗ് ആണ് അതോ 2 വിൻഡോസ് ഓപ്പണിംഗ് ആണ്, അതിനെ ബേസ് ചെയ്ത് എങ്ങനെ ഇതിന്റെ ട്രാക്ക് ചാനൽ ഇതിനെപ്പറ്റി ഒന്ന് കാണിച്ച്. ഇതിപ്പോ 2 പാളിയുടെ അതായത് 2 ട്രാക്ക് വിൻഡോ എന്ന് പറയാം. പേര് പോലെ തന്നെ 2 ട്രാക്ക് ഉണ്ട്, 1 and 2 2 ട്രാക്ക്. അപ്പൊ 2 ട്രാക്കിൽ ഓരോ ട്രാക്കിലും ഓരോ ഷട്ടർ വെച്ചിട്ടായിരിക്കും. അപ്പൊ അതായത് പറയുകയാണെങ്കിൽ നമുക്ക് 50% വെന്റിലേഷൻ. അപ്പൊ ആദ്യമാണ് നമുക്ക് തുറക്കാൻ പറ്റുക, 2 ഷട്ടർ മൂവ് ചെയ്യാം, ഒരു ഷട്ടറിന്റെ ബാക്കിലേക്ക് മറ്റേ ഷട്ടർ പോകും. 2 ട്രാക്ക് ആകുമ്പോൾ ഇത് അങ്ങേറ്റം വരെ 2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അല്ലെ, ചേഞ്ച് ചെയ്യാം. ലോക്ക് ചെയ്യണമെങ്കിൽ അതാ ട്രാക്ക് അവിടെ തന്നെ ചെയ്യും. ഇത് ഒരു 2 ട്രാക്കാണ്, 2 പാളി ജനൽ വരുന്ന ആണ് എന്ന് പറഞ്ഞു. ഈ 2 ട്രാക്കിൽ തന്നെ 3 വിൻഡോ ചെയ്യാൻ പറ്റുമോ? 2 ട്രാക്കിൽ തന്നെ 3 പോലെ. അതായത് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറഞ്ഞാൽ അപ് ടു ഒരു 6 അടി അല്ലെങ്കിൽ ഒരു 180 സെന്റിമീറ്റർ ആണ് ശരിക്കും ഒരു 2 ട്രാക്കിന് ഏറ്റവും സ്റ്റാൻഡേർഡ് സൈസ്. ശരി. അതിന് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും 3 ട്രാക്ക്, അതായത് 3 ട്രാക്കുള്ള 3 ഷട്ടറുള്ള വിൻഡോയിലേക്ക് പോകണമെന്നാണ്. അതായത് 180 സെന്റിമീറ്റർ എന്ന് പറയുന്നതിനും ഒരു പാളി ഒരു 90 സെന്റിമീറ്റർ അത് വരും. അപ്പം അതിൽ മേളിലേക്ക് പോയാൽ ശരിക്കും 3 ട്രാക്കിലേക്ക് പോകണമെന്നാണ് ശരിക്കും ടെക്നിക്കലി. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ശരിക്കും 2 ട്രാക്കിൽ തന്നെ നമുക്ക് 3 ഷട്ടറായിട്ട് വേണം ചെയ്യാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചോദിച്ച പോലെ ഈ 3 ട്രാക്ക് വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതായത് 3 ട്രാക്ക് 11.2 സെന്റിമീറ്റർ വീതി ഇതിന്റെ പ്രൊഫൈലിന് വീതി വരും, മറ്റൊരു 6 സെന്റിമീറ്റർ വരും. അപ്പോൾ പ്രൊഫൈൽ കുറച്ച് ബൾക്കി ആയിരിക്കും. അത് മാത്രമല്ല ഇത് 3 തട്ടായിട്ട് വരുമ്പോൾ പലപ്പോഴും ഒരു വ്യൂ സൈഡ് വരുമ്പോൾ 2 ട്രാക്കിൽ തന്നെ 3 ഷട്ടർ വെച്ചിട്ടുള്ള ഒരു ഓപ്ഷനാണ്. 2 ട്രാക്കിൽ 3 ഷട്ടർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ലിമിറ്റേഷൻ വരുന്നുണ്ടോ? ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കിച്ചൺ വിൻഡോ ആണ്. അപ്പൊ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ 50% നമുക്ക് ശരിക്കും 3 ഷട്ടർ വെച്ച് ചെയ്യുമ്പോഴും സെയിം വെന്റിലേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, 50% വെന്റിലേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഷട്ടർ, അതായത് 2 ട്രാക്കിലെ ഫ്രണ്ട് സൈഡിൽ വരുന്ന ഷട്ടർ ഇത് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കാം. ഈ 2 ഷട്ടറും മൂവിംഗ് ആണ്. അപ്പൊ ഈ തുറക്കുമ്പോൾ ഈ 2 ഷട്ടറും ഇതിന്റെ ബാക്കിലേക്ക് പോകും, സെന്റർ ഷട്ടറിന്റെ ബാക്കിലേക്ക് പോകും. അപ്പൊ നമുക്ക് 2 സൈഡ് ഓപ്പണിംഗ്, ഇപ്പം കിച്ചൺ ആയതുകൊണ്ട് 2 സൈഡിൽ ഓപ്പണിംഗ് ലൈറ്റിന്റെ പ്രസൻസ് ഉണ്ടാവുകയും ചെയ്യും. മറ്റുള്ള 3 ട്രാക്കിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഇത് ആവശ്യത്തിനുള്ള ഓപ്പണിംഗ് കൂടെ കിട്ടുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഈ ഒരു കണ്ടീഷനിൽ 3 ട്രാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ട് നമുക്ക് വിട്ട് ഈ പറഞ്ഞ പോലെ 11.2 സെന്റിമീറ്ററിലേക്ക് വേറെ 6 സെന്റിമീറ്റർ വരുന്നിട്ട് ഇരട്ടിയെടുത്ത് നമുക്ക് അതിന്റെ വിട്ടും വരികയാണ്. രണ്ടാമത്തെ കേസ് വെന്റിലേഷൻ എഫക്റ്റീവ്ലി എങ്ങനെ പോയാലും 50% കിട്ടുകയുള്ളൂ, 2 സൈഡിലും കിട്ടുകയും ചെയ്യും. ശരി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇത് ആസ് പെർ ദ സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് പോയില്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ കോസ്റ്റിന്റെ കാര്യത്തിലായാലും ഈ പ്രാക്ടിക്കലി ഉള്ള ഡിഫിക്കൽട്ടീസ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം. തീർച്ചയായും ഇതൊക്കെ നമ്മൾ ഈ ഒരു സൈറ്റിന്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ മാറ്റിയതാണ്. ഇതൊക്കെയാണ് ശരിക്കും നമ്മൾ UPVCയുടെ ഒരു പ്രത്യേകത. നമുക്ക് സിറ്റുവേഷൻ നമ്മുടെ ഏത് ലൊക്കേഷൻ ആണെന്ന് അനുസരിച്ച് നമുക്ക് ഡിസൈൻ പ്ലാൻ ചെയ്യാൻ പറ്റും. കെട്ടിടം അതേതുമാവട്ടെ, ഞങ്ങളുണ്ടാകും നിങ്ങളോടൊപ്പം. സെപ്കോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ദി പെർഫെക്റ്റ് കൺസ്ട്രക്ഷൻ ചോയ്സ്.